കാണുന്ന NDAക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ക്വസ്റ്റൻ ആണ് ഫ്രം ട്രിഗണോമെട്രി. ഈ ചാപ്റ്ററിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചാപ്റ്റർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലെ ക്വസ്റ്റ്യൻസുകൾ എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. പല രീതിയിൽ കൂടെ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസുകളാണ്, പക്ഷെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. അല്ലാതെ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസുകൾ ഒരിക്കലും എക്സാമിന് വരുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ള കാരണത്താൽ അത് ബുദ്ധിമുട്ടാണെന്ന് പറയല്. നമുക്ക് പഠിക്കാൻ ശ്രമിച്ചാൽ വളരെ ഈസിയായിട്ട് ഇതിനെ ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തേക്കുന്നത്. ഇതാണ് നമ്മൾ സാധാരണ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ തന്നെ ഒത്തിരി ഡിഫറെന്റ് ആണ് കേട്ടോ. ഇതിനുള്ളിൽ ഇപ്പൊ ഈ എഴുതിയേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രത്യേകതയുള്ളതാണ്. ഓരോ ക്വസ്റ്റ്യനും ഒരു പ്രത്യേകത ഉള്ളതാണ് വരുന്നത്. അതിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ എല്ലാ ക്വസ്റ്റ്യൻസുകളും സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതും, അതേപോലെ നമുക്കൊരു മെറ്റീരിയൽ മാത്സിന്റെ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ച് പഠിക്കുന്നതിന് പകരം നമ്മൾ തന്നെ തയ്യാറാക്കിയ ഒരു ഹാൻഡ് റിട്ടൺ മെറ്റീരിയൽ ആണ് തരുന്നത്. അതിനുള്ളിൽ എല്ലാ ക്വസ്റ്റ്യൻസുകളും നമ്മുടെ ഷോർട്ട് ട്രിക്സും ഷോർട്ട് കട്ട്സും എല്ലാം ഉൾപ്പെടുത്തി ഫുൾ സ്റ്റെപ്പോടുകൂടിയാണ് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ളതും അതേപോലെ NDAക്ക് നമുക്ക് 2-3 ടോപ്പിക്സുകൾ എക്സ്ട്രാ പഠിക്കാറുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അല്ലാത്തത്. അതും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സും നോട്ട്സുമാണ് തരുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ നമ്മുടെ തന്നുള്ള നമുക്ക് കോൺടാക്ട് നമ്പറിൽ ഒന്നിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്ത് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എല്ലാവരും നന്നായിട്ടൊന്ന് വായിച്ച് നോക്കി. ആദ്യം ഈ വായിച്ച് നോക്കുന്നതിനുള്ളിൽ എന്തെങ്കിലും ഒന്ന് കത്തിയാൽ രക്ഷപ്പെട്ടു. ഞാനൊന്ന് വായിക്കാം. കോസ് π/65 ഇൻറ്റു എല്ലാം ഇൻറ്റു ആണ് കേട്ടോ. കോസ് 2π/65, കോസ് 4π/65, കോസ് 8π/65, കോസ് 16π/65, കോസ് 32π/65. ഇത്രയും ടേംസുകൾ വായിച്ചു തീരുമ്പോഴത്തേക്ക് ചിലർക്ക് ഒരു പ്രത്യേകത ഈ ക്വസ്റ്റ്യൻസിലൂടെ ഉണ്ടെന്ന് കാണാൻ മനസ്സിലായി അല്ലേ? അപ്പം ഞാൻ ഒന്ന് പറയുവാണ്, നിങ്ങൾക്ക് അത് തോന്നിയോ എന്നുള്ളതൊന്ന് നോക്കുക. ഇത് കണ്ടോ π/65, ദാറ്റ് മീൻസ് 1π. ഇത് കണ്ടോ 2π/65 മീൻസ് ഡബിൾ. 2π അടുത്ത് കണ്ടോ 4π, ഡബിൾ 8π, 16π, 32π. അപ്പൊ എല്ലാം ഡബിൾ ആയിട്ടാണ് പോയേക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു ചെയ്യുന്നതിനൊരു മെത്തേഡ് ഉണ്ട്. അപ്പൊ വേറെ ടൈപ്പ് ഒക്കെ ഉണ്ട്, 3 ടൈംസും 4 ടൈംസും. ഇതിപ്പോ 6 ടൈംസ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു മെത്തേഡ് ഞാൻ ഇങ്ങോട്ട് ആദ്യം പറഞ്ഞിട്ട് ഒരു ഷോർട്ട് കട്ട് ഫോർമുലയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് കോസ് ആൽഫ, കോസ് 2 ആൽഫ, കോസ് 3 ആൽഫ, എക്സെട്ര കോസ് n ആൽഫ. ഇത് കണ്ടോ ആൽഫ, 2 ആൽഫ, 4 ആൽഫ, അടുത്തത് കോസ് 8 ആൽഫ. ഇങ്ങനെ ഡബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ 1 ആൽഫ, 2 ആൽഫ, 4 ആൽഫ, 8 ആൽഫ, അടുത്ത് 16, അങ്ങനെ നമുക്ക് n ടേംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. n ടേംസ്. ഇതിപ്പം നമുക്ക് നോക്കിയാൽ 1, 2, 3, 4, 5, 6 ടേംസ് ആണ്. അപ്പൊ ഇങ്ങനെ അകത്തെ ആംഗിൾ ഇങ്ങനെ ഡബിൾ ആയിക്കൊണ്ടിരിക്കുന്ന n ടേംസ് വന്നാൽ that can be written as sin of, answer in terms of sin ആണ്, sin of 2 raised to n into alpha numerator by 2 raised to n into sin alpha. കണ്ടോ, ഇതൊക്കെയാണ് പഠിച്ചിരിക്കേണ്ടത്. അപ്പൊ sin of 2 raised to n into alpha by 2 raised to n into sin alpha. ഇതാണ് അതിന്റെ ഫോർമുല. അപ്പൊ ഇത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഒത്തിരി ഇത് വരും. ഇപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ അപ്പൊ ഇത് n ടേംസ് ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ 6 ടേംസ് ആണ്. 1, 2, 3, 4, 5, 6. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എന്നിന്റെ പ്ലേസിൽ 6 എന്ന് കൊടുക്കാം. അപ്പൊ അത് ഓക്കെ ആയി. നെക്സ്റ്റ് ഇനി ആൽഫ എന്ന് പറഞ്ഞാൽ ആരാണ്? ആൽഫ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഫസ്റ്റ് ടേം ആൽഫ, അടുത്ത അതിന്റെ ഡബിൾ 2 ആൽഫ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ടൈം ആ ആൽഫയുടെ പ്ലേസിൽ ഇവിടെ കിടക്കുന്നത് π/65 ആണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൽഫ എന്ന് പറഞ്ഞാൽ π/65. അപ്പൊ നമ്മുടെ ഈ ആൻസർ അങ്ങോട്ട് നോക്കി ചെയ്യുമ്പോൾ നോക്കിക്കേ, സൈൻ ഓഫ് 2 raised to n, n ഇവിടെ എത്ര മോനെ 6. അപ്പൊ 2 raised to 6 into alpha, alpha ഞാൻ പറഞ്ഞു π/65 by 2 raised to n into, that is 2 raised to 6 into sin alpha എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് ആയിരുന്നു കിട്ടും π/65. ഇങ്ങനെയാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ സൈൻ ഓഫ് 2 raised to n into alpha by 2 raised to n into sin alpha. ഇനി ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, ശ്രദ്ധിച്ചിരിക്കുക. What is 2 raised to 6? 2 6 times into ചെയ്യുമ്പോൾ ആൻസർ is 64. ഓക്കെ, അപ്പൊ ആൻസർ വരുമ്പോൾ സൈൻ ഓഫ് 64 പിന്നെ π/60 ആകുമ്പോൾ 64 π/65 എന്ന് എഴുതാം. ഓക്കെ, 2 raised to 6 again 64 into സൈൻ ഓഫ് π/65 ഇങ്ങനെ കിട്ടും.
ഇനി ഇതിനുള്ളിലെ മറ്റൊരു സംഭവം നോക്കിക്കേ, ഈ രണ്ട് ടേംസുകളെ നിങ്ങൾ പഠിക്കണം. ഇത് നോക്കിക്കേ, സൈൻ ഓഫ് 64 പൈ ബൈ 65, അടുത്ത സൈൻ ഓഫ് പൈ ബൈ 65. ഇത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണ്. ഇവിടെ നോക്കിക്കേ 65, ഇത് 64, ഒന്നിന്റെ കുറവല്ലയോ വ്യത്യാസം, അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ 1 പൈ ഉണ്ടല്ലോ. അപ്പൊ സൈൻ ഓഫ് 64 പൈ ബൈ 65 സൈൻ ഓഫ് പൈ ബൈ 1 പൈ ബൈ 65 രണ്ടും ഈക്വൽ ആണ് ഉണ്ടല്ലോ. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് ഫുൾ ക്യാൻസൽ ആക്കാം. അപ്പോൾ അതിന്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഒന്ന് കാണിക്കാം. സൈൻ ഓഫ് ഇപ്പോൾ 32 ഡിവൈഡഡ് ബൈ 65, 32 പൈ ബൈ 65 എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ബാക്കി 65 നിന്നും 32 പോയാൽ ബാക്കി എത്ര മോനെ 33 അല്ലേ, ദാറ്റ് ഈസ് 33 പൈ ബൈ 65 ഈക്വൽ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ 64 ആയതുകൊണ്ട് ബാക്കി 1 പൈ. അപ്പൊ രണ്ട് ഈക്വൽ ആണ്, രണ്ടും തമ്മിൽ എന്തായി പോയി, ക്യാൻസൽ ആയി. ബാക്കി നമുക്ക് വരുന്നത് 1/64 ആണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ചെയ്തെടുക്കാനും അതുപോലെ ഇത് കണ്ടാൽ മനസ്സിലാവാനും ഒക്കെ ഉള്ള കഴിവുണ്ട്. പക്ഷെ ഈ പ്രോബ്ലം കണ്ടിട്ടില്ല എന്നുള്ളതാണ്, അതുപോലെ ഈ മെത്തേഡ് കണ്ടിട്ടില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസുകളുടെ കളക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് NDA പാസ്സാകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ പ്ലസ് ടുവിൽ കുറെ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊന്നും എക്സാമിന് കൂടുതൽ വരില്ല. പക്ഷേ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രോബ്ലംസുകളെല്ലാം പുതിയത് ചെയ്ത് തീർക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസ് ഇഷ്ടമായെങ്കിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.